ഇടുക്കിയിൽ മലനിരകൾ ഇടിച്ചു നിരത്തി അനധികൃത പാറഖനനം നടക്കുന്നു. മണ്ണിടിച്ചിൽ സാധ്യതയേറെയുള്ള ഗ്യാപ്പ് റോഡിന്റെ താഴ്ഭാഗത്ത് ചൊക്രമുടിയിലാണ് നിർമ്മാണം നടക്കുന്നത്. കൂടാതെ നൂറുകണക്കിന് മരങ്ങൾ മുറിച്ചു കടത്തിയതായും തടയണ കെട്ടി ഗോത്രജനതയുടെ കുടിവെള്ളം തടസ്സപ്പെടുത്തിയതായും ആരോപണമുണ്ട്. ബൈസൺവാലി വില്ലേജിൽ ഉൾപ്പെടുന്ന ചൊക്രമുടി ഭാഗത്താണ് അനധികൃത നിർമ്മാണം നടക്കുന്നത്. വീട് നിർമ്മിക്കാൻ ലഭിച്ച NOCയുടെ മറവിൽ റവന്യൂ ഭൂമി കയ്യേറി കുന്നുകൾ ഇടിച്ചു നിരത്തി നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഗ്യാപ്പ് റോഡിൽ പതിവായി ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന മേഖലയിൽ നിന്നും 200 മീറ്ററോളം മാത്രം മാറിയാണ് നിലവിലെ അനധികൃത പാറഖനനവും നിർമ്മാണവും നടക്കുന്നത്. പരിസ്ഥിതി ലോല മേഖലയിലെ ആവാസ വ്യവസ്ഥയ്ക്കും പ്രദേശത്തിന്റെ നിലനിൽപ്പിനും ഭീഷണി ഉയർത്തിയാണ് വിവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഞങ്ങളെല്ലാം ഒഴിച്ചു പൊക്കോളോ, സർക്കാർക്ക് കിട്ടാനുള്ളതൊക്കെ ഇവന്മാരുടെ റിസോർട്ടുകാരുടെ അടുത്ത് മേടിച്ചെടുത്തോട്ടെന്ന് ഞങ്ങൾക്ക് പരാതിയില്ല. ഞങ്ങൾ നിർത്തുക ഇതോടെ, ബാക്കി ഞങ്ങൾ മരിക്കാൻ റെഡിയാ. സർക്കാർ വന്ന് റവന്യൂ മിനിസ്റ്റർ രാജൻ സാർ ഓർഡർ കൊടുത്തു, സ്പെഷ്യൽ ഓർഡർ കൊടുത്തെന്ന് പറഞ്ഞാണ് ഈ നിർമ്മാണം ഇവിടെ നടക്കുന്നത്. ആ റവന്യൂ മിനിസ്റ്റർ ഈ സ്ഥലത്ത് വന്ന് കണ്ട് അങ്ങേര് എങ്ങനെ ഓർഡർ കൊടുത്തെന്ന് ഇവിടെ ഉള്ള ആദിവാസി ജനങ്ങളെ SC/ST ജനങ്ങൾക്ക് ബോധിപ്പിക്കുക. ഞാൻ ഓർഡർ കൊടുത്തത് ഇങ്ങനെയാണ്, കളക്ടർ ഓർഡർ കൊടുത്തെന്ന് പറയുന്നു, RDO ഓർഡർ കൊടുത്തെന്ന് പറഞ്ഞു, തഹസിൽദാർ ഓർഡർ കൊടുത്തു, വില്ലേജ് ഓഫീസർ ഓർഡർ കൊടുത്തു. അത് കാരണം കൊണ്ട് ഇവിടെ തകർപ്പം പണിയാൻ നടക്കണേ. എന്തുകൊണ്ട് ചെയ്യുക? ഞങ്ങൾ മരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കണു. ഇത്രയും കാലം ഈ മലയെ കാത്തു സൂക്ഷിച്ചതാ. ഇവിടെ വരയാടുകളും കാട്ടുപോത്തുകളും ഇപ്പം ഇവിടെ വരുന്ന ആനകളൊക്കെ താള ഓടിച്ചിടുക. അവിടെ ഉള്ള ഏലങ്ങളൊക്കെ ചവിട്ടിക്കൊട്ടി ഏക്കർ കണക്കിന് കൃഷികൾ നാശിച്ചുകൊണ്ടിരിക്കുക ബൈസൺവാലിക്കാരുടെ. താഴ്വാരത്ത് മുട്ടുകാട് ഉൾപ്പെടെയുള്ള വലിയ ജനവാസ മേഖലയാണ്. അശാസ്ത്രീയ ഖനനം ഉരുൾപൊട്ടലിന് ഇടയാക്കുമെന്ന ആശങ്കയിലാണ് തങ്ങളെന്ന് നാട്ടുകാർ പറയുന്നു. ആ വ്യാജ പട്ടയത്തിൽ NOC മേടിച്ചേക്കുന്നു. സാധാരണ നമ്മളൊരു വീട് വെക്കാൻ NOC അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുടുംബത്തിന് ഒരു വീട് വെക്കാനുള്ള അനുമതി അതിലാണുള്ളത്. ഇവിടെ ഭാര്യയ്ക്ക് ഒരു വീട് വെക്കാൻ അനുമതി, തൊട്ടടുത്ത് തന്നെ ഭർത്താവിന് വീട് വെക്കാൻ NOC, അങ്ങനെ ദൈവം തലച്ചേക്കാൻ 2 NOC കൊടുത്തിരിക്കുക. അപ്പോൾ ഈ വ്യാജ ഭൂമാഫിയയ്ക്ക് എന്ത് വേണേലും ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇതിൻ്റെ പ്രത്യേകത വളരെ ഗുരുതരമായി. കാരണം വെച്ചാൽ ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഒരു ST ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഒരു 300ഓളം ആളുകൾ താമസിക്കുന്നുണ്ട്. SC വിഭാഗത്തിൽപ്പെട്ട 50 ആളുകളുണ്ട്. അതിന് തൊട്ട് താഴെ ജനവാസ മേഖലയാണ്, ഇഷ്ടംമാതിരി വീടുകളുമുണ്ട്. ഈ വയനാട്ടിലൊക്കെ സംഭവിച്ച പോലെ തന്നെ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളും അവരുടെ ജീവനോപാധി എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അനധികൃത നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ റവന്യൂ വകുപ്പിൽ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. എന്നാൽ നാളിതുവരെ നിർമ്മാണം തടയാൻ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. ഇതിനകത്ത് ഓഫീസർമാരായാലും ശരി, ആരായാലും ശരി, കളക്ടറായാലും ശരി, ഇതിലെ പെട്ടെന്ന് ഒരു നിർമ്മാണം ആകണം. ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല. മറിച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് മറിച്ച് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഓരോ പരാതി കൊടുക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ട് എല്ലാവരും കൂടെ മനസ്സ് വെച്ച് നാട്ടുകാർ ഏറ്റവും കൂടുതൽ നാട്ടുകാരാ മനസ്സിലാക്കി നമ്മൾ ജീവിക്കണോ മരിക്കണോ ഇങ്ങനെയൊക്കെ തുറന്നു ഉണ്ടാകണോ എന്ന് തീരുമാനിക്കേണ്ടത് നാട്ടുകാരാണ്. ആ നാട്ടുകാർ മൊത്തം കൊട്ടി ഇറങ്ങണം. ഇറങ്ങിയിട്ട് ഇതൊന്ന് കണ്ട് എല്ലാം തീരുമാനിച്ചിട്ട് ഇവന്മാരങ്ങോട്ട് കയറ്റാൻ സമ്മതിക്കരുത്. തമിഴ്നാട് സ്വദേശിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്നാണ് സൂചന. അതീവ പരിസ്ഥിതി ലോല മേഖലയായ റെഡ് സോണിൽ ഉൾപ്പെട്ട പ്രദേശമായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയാൻ അധികൃതർ ഇടപെട്ടിട്ടില്ല. പ്രദേശത്തു നിന്നും മരങ്ങൾ മുറിക്കാനും പാറ ഖനനത്തിനും എങ്ങനെ അനുമതി ലഭിച്ചു എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു.